ഇവിടെ ആണ് പെണ്ണാവുന്നു, പെണ്ണാണാവുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. എനിക്കൊരുപാട് ആണുങ്ങൾ, സ്ത്രീകളായവരെ അറിയാം. ഇതിൽ ബ്രസ്റ്റ് സർജറി ചെയ്ത് ബ്രസ്റ്റ് ഉണ്ട്, എന്നാൽ ഈ വെജൈന ആക്കാത്ത പെനിസുള്ള ആളുകൾ, അങ്ങനെ മിക്സ്ഡായിട്ട് ഇങ്ങനെ. പിന്നെ പതുക്കെ അവർ ആ സർജറി ചെയ്യത്തുള്ളൂ. പെനിസ് റിമൂവ് ചെയ്യുന്നു, വെജൈന ആക്കുന്നു, അങ്ങനെയൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, ഇതുപോലൊരു ട്രാൻസ് വുമൺ ആണെന്ന്. അവർ ആണായി, ഹോർമോണൊക്കെ അടിച്ച് കയറ്റി, അതുപോലെ തന്നെ ജിം ട്രെയിനിങ്, അത് ഇത്, പിന്നെ ശബ്ദം, അങ്ങനെ അതിൻ്റെ ട്രെയിനിങ് എന്തിനു പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പെണ്ണാണായി. അവരെന്തോ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്തോ ഗേൾ മെയ്ഡ് വുമൺ ആൻഡ് മാൻ, സെൽഫ് മെയ്ഡ് മാൻ അല്ലേ, ആ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊരുപാട് വിറ്റഴിഞ്ഞു. ഇവരെ ഈ പറഞ്ഞ പോലെ പുരുഷനാവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കൊക്കെ വലിയൊരു ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ പുരുഷനായി ജീവിക്കാൻ തുടങ്ങി. കുറച്ചാണ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഡിപ്രഷൻ അടിക്കാൻ തുടങ്ങി. കാരണം ഈ പുരുഷനായിട്ട് ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് പിന്നീട് ഫീൽ ചെയ്തത്. അങ്ങനെ പുരുഷനായിട്ട് ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ഡിപ്രഷൻ ആവുകയും, അങ്ങനെ അവർ പിന്നീട് ഡിപ്രഷൻ കൂടി സ്വിറ്റ്സർലൻഡിലോ എവിടെയാണെന്നോ, സ്വിറ്റ്സർലൻഡിലാണെന്ന് തോന്നുന്നു, അവിടെ പോയി യുത്തനേഷ്യയ്ക്ക് വിധേയമായി മരിക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ യുത്തനേഷ്യ എന്ന് പറയുമ്പോൾ, ശരിയാണല്ലോ. അങ്ങനെ മരിച്ചു, ജീവിക്കാൻ വയ്യ. എന്നാൽ ആണുങ്ങൾ ഇതുപോലെ പെണ്ണാകാൻ ആഗ്രഹിച്ചിട്ട് പെണ്ണാവാറുണ്ട്. അവർക്കും ഇതുപോലെ തന്നെ ചില സാഹചര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ കാണിച്ചിട്ട് സൂയിസൈഡ് നടക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെ എന്താ പറയുക, ജീവിക്കാൻ ബുദ്ധിമുട്ട്, എല്ലാം ആണായിട്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല. പല സാഹചര്യങ്ങളും അത് നാട്ടിലൊക്കെ കൂടുതലും. പക്ഷേ ഇത്രയും എന്താ പറയണ്ടേ, ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അതുപോലെ ഇതിനൊന്നും വലിയ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ഭയങ്കര ഈ സൊസൈറ്റി അങ്ങനെ അങ്ങ് അടിച്ചു താത്താനോ പിന്തിരിപ്പിക്കാനോ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന സൊസൈറ്റിയിൽ ഒരു പെണ്ണ് ആണായപ്പോൾ അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആണുങ്ങളുടെ അത്രയും സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആണിനെ പോലെ ജീവിച്ചപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിനകത്തൊരു ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെറുതെ അങ്ങ് ചിന്തിച്ച് നോക്കുക. ഒരാണിന് പെണ്ണായിട്ട് ജീവിക്കാൻ വലിയ പാടില്ല, അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കാരണം കുറച്ചും കൂടി ആണുങ്ങളെക്കാളും കുറച്ചുകൂടി ഈസി ആവും പല രീതിയിൽ. മാത്രമല്ല, ഈ ആണെന്ന് പറയുന്ന ആളൊരു പെണ്ണായി കഴിയുമ്പോൾ ആ പെണ്ണിൻ്റെ രൂപത്തിലിരിക്കുമെങ്കിലും പല കാര്യങ്ങളും അവർക്ക് എളുപ്പമായിരിക്കും. കാരണം അവർക്കൊരു ജനിച്ച് വളർന്നൊരു പ്രായം വരെയൊക്കെ ആണായിട്ട് ജീവിച്ചതിൻ്റെ എക്സ്പീരിയൻസ്, യാത്ര ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ്, പല തരത്തിലുള്ള ഇടപെടലുകളുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തെല്ലാം ഈ ആണിൻ്റെതായ സാധനം നിൽക്കുന്നതുകൊണ്ട് മെമ്മറീസ് ഒക്കെ ആണിൻ്റെ ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങൾ ചെയ്യാനും അവർക്കൊരു മടി കാണത്തില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണത്തില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നോ അല്ലെ വേറെ എന്ത് അഭ്യാസം കാണിക്കാനും ചിലപ്പോൾ പെണ്ണുങ്ങളെക്കാളിലും ചിലപ്പോൾ ആണുങ്ങളെക്കാളിലും എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അയാളുടെ ക്യാരക്ടർ ഡെവലപ്പ് ആകുന്ന വേറെ രീതിയിലല്ലേ. ഈ ജെൻഡറിനകത്തുള്ള പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ വന്നാൽ അയാൾക്ക് കുറച്ചുകൂടി ഈസി ആവും. പിന്നെ ഈ ആണുങ്ങളെ പറ്റി നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ആണുങ്ങളുടെ ഒരുമാതിരിപ്പെട്ട കളികളൊന്നും നടക്കത്തില്ല, അവർക്ക് അതും അറിയാം. പറ്റിക്കൽ ഉടായിപ്പിക്കലൊന്നും ചെന്ന് പെട്ടെന്ന് ചാടി വീഴത്തൊന്നുമില്ല. പിന്നെ അവർ തന്നെ ഈ ഇമോഷണൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് റിലേഷൻഷിപ്പിനകത്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വേറെ സൂയിസൈഡ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നാട്ടിൽ ഒരുപാട് സൂയിസൈഡ് നടന്നിട്ടുണ്ട്, പക്ഷെ അതെല്ലാം റിലേഷൻഷിപ്പിൻ്റെ പേരിൽ കല്യാണം കഴിക്കുന്നു, ഭർത്താവ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കാമുകൻ, മറ്റൊരു രീതിയിലുള്ള ഡിപ്രഷൻ അല്ലത്. ഇത് പക്ഷെ അങ്ങനല്ല. ആണിന് പെണ്ണാകാം, പെണ്ണിന് ആണായി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ആണുങ്ങളുടെ സർക്കിളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ട്. കാരണം അവർ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ ഇവരുടെ പോലെ അങ്ങ് ഓടി നടന്നങ്ങ് ചെയ്യാം, എന്തെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. മാത്രമല്ല, ഇത്രയും വർഷങ്ങളോളം ഒരു സ്ത്രീയായിട്ട് ജീവിച്ച് കഴിയുമ്പോൾ ഈ സൊസൈറ്റി അവർക്ക് ഒരുപാട് പരിഗണനകളൊക്കെ കൊടുക്കും, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ അനുഭവിച്ച് ഒതുക്കിയാണ് ഒന്നാമത് വളർത്തുന്നത്, അത് വേറെ. പിന്നെ കൺസിഡറേഷൻ ഒരുപാട് സ്ഥലത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ പെട്ടെന്ന് ഈ പെണ്ണിന്ന് ആണായി കഴിഞ്ഞാലേ ഈ ആണ് പെണ്ണാകുന്ന പോലത്തെ ഒരു സാധനം കിട്ടത്തില്ല. എന്തോന്നറിയോ, നേരെ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ അടുത്ത് നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്നൊരു സൗഹൃദം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല സെക്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഗ്യാങ് കൂടി നടക്കലോ ഒന്നും നടക്കത്തില്ല. ഓപ്പോസിറ്റ് സെക്സിലോട്ട്, അതായത് ഇപ്പോൾ ഒരു ആണ് പെണ്ണായി കഴിഞ്ഞാൽ അയാളുടെ ഓപ്പോസിറ്റ് സെക്സ് ആണാണല്ലോ. അപ്പോൾ ആ പെണ്ണിൻ്റെ രൂപത്തിലുള്ള ഒരാൾക്ക് ഇഷ്ടം പോലെ ആണുങ്ങളായിട്ട് ബന്ധം വെക്കാം, എന്ത് വേണേൽ കാണിക്കാം, കറങ്ങി നടക്കാം, എന്ത് വേണേൽ ചെയ്യാം. പക്ഷേ ഒരാണായി കഴിയുമ്പോൾ അത് തിരിച്ചവർക്ക് കിട്ടത്തില്ല. കാരണം ആണുങ്ങൾക്ക് ഇങ്ങനെ പെണ്ണുങ്ങളോടെല്ലാം കൂടെ 4 പെണ്ണുങ്ങളോട് കറങ്ങി അങ്ങ് പോവുക എന്ന് പറയുന്നവരോട് നടക്കത്തില്ലല്ലോ. പിന്നെ അതുമല്ല, പെട്ടെന്ന് ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ എത്തിച്ചെടുക്കുക അല്ലെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വേറൊരു ടാസ്ക്കാണ്. അതിന് പ്രത്യേക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ഹ്യൂമൻ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആണുങ്ങളുടെ. പെണ്ണുങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, പെണ്ണുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം, പെണ്ണുങ്ങളെ എന്തൊക്കെ ചെയ്യണം, പെണ്ണുങ്ങൾ എവിടെ തൊട്ടാൽ പൾസ് കൂടുതൽ, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ മെഡിക്കൽ സയൻസ് ആണ് കേട്ടോ അതൊക്കെ. പിന്നെ എങ്ങോട്ട് നോക്കിയാൽ പെണ്ണിനെ കാണാം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേസമയം പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങൾക്ക് നോക്കുന്നത് ആണുങ്ങളൊക്കെ എത്ര പേര് നോക്കുന്നുണ്ട്, തനിക്ക് താല്പര്യമുള്ള നോട്ടക്കാരനെ മാത്രം തിരിച്ചു നോക്കിയാൽ മതി, പിന്നെ തൊട്ടാലും പിടിച്ചാലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതൊന്നും പിന്നെ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോഴായിരിക്കും ആ വീട്ടിൽ പ്രശ്നം അടിക്കാൻ കാരണം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നേരെ തിരിച്ച് ആണുങ്ങളുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ രീതിക്ക് വളർന്ന ഒരാൾക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാതെ വരുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. കാരണം നമ്മളൊക്കെ പറയുന്ന പല കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാകത്തില്ല. കൂടി ഇരുന്നെന്ന് പറഞ്ഞാലും അല്ലെ ഒരു കംഫർട്ട് സോൺ. അവരുടെ ഒരു ഫ്രണ്ട് സർക്കിളിനകത്ത് ചിലപ്പോൾ ഒരു പെങ്കൊച്ച് ഒരു ആൺപിള്ളേരുടെ ഗ്രൂപ്പിലൊക്കെ പെൺപിള്ളേർ വന്നിരുന്നിട്ട് ഭയങ്കര സംഭവം കളിക്കും. പക്ഷെ അവരെ ഗ്രൂപ്പ് വിട്ട് വേറെ ഗ്രൂപ്പിലേക്ക് പോവുക, പിന്നെ അടുത്ത ഗ്രൂപ്പിലേക്ക് പോവുക, ഒരേ സമയം ഒരു 5 ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടുക, ഇതൊന്നും അവർക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നില്ല. അങ്ങനെയൊക്കെ നടന്നാൽ തന്നെ അവർക്ക് പല ക്ലാസ് ഉണ്ട്, പിന്നെ പല പ്രശ്നക്കാരുണ്ട്, പല സൈസ് ഉണ്ട്, ബിഗ് സൈസ് ഉണ്ട്, സ്മോൾ സൈസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പാഴുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരും ഇവരുടെ സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവം അല്ല ആൺപിള്ളേർക്കുള്ളത്. ആണുങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ, അതാണോ പെണ്ണോ ജാതി മത ഭേദമന്യേ രാജ്യമന്യേ ഭാഷ എന്നൊരു പ്രശ്നമേ അല്ല. ഇങ്ങനെയാണ് വെച്ചാൽ പോയി നടണം അടിക്കാം. ആ വലിയ അതും ഉണ്ടല്ലേ, പ്രായ വ്യത്യാസം ഉണ്ട്, ശരിയാ. അതായത് ഏത് പ്രായക്കാരും തമ്മിലും ആണുങ്ങൾ കമ്പനി അടിക്കും. പക്ഷെ സ്ത്രീകളുടെ ഇടയിൽ അങ്ങനെ അല്ല. ഇപ്പൊ ഈ ഗ്രൂപ്പ് കൂടി നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, അവരെല്ലാം സമപ്രായക്കാരാ. ലുലു വരും, 50 വയസ്സുകാരുടെ ഗ്രൂപ്പ്, 30 വയസ്സുകാരുടെ ഗ്രൂപ്പ്, 20 വയസ്സുകാരുടെ ഗ്രൂപ്പ്, 12 വയസ്സുകാരുടെ ഗ്രൂപ്പ്, എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം. മലയാളികളുടെ പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. എന്തോ ഒരു ഇങ്ങനെയുള്ള ഒരു ഇടപാടിൽ സ്ത്രീകൾ വേറെ രീതിയിലാണ്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, അതിൽ അങ്ങനെ തന്നെ ജീവിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് മാറ്റി പിടിക്കാൻ നോക്കിയിട്ട് നടക്കാതെ വരുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. എന്തിന് അങ്ങനെ ആവണം, എന്തിനിങ്ങനെ ആവണം എന്നൊക്കെ ചോദിച്ചാൽ ആ നിർബന്ധമൊന്നുമില്ലല്ലോ. എന്തിത്ര നിർബന്ധം? ചില ആണുങ്ങൾ ചെയ്യുന്ന ആണുങ്ങൾ ചെയ്തോളും, പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ ആണുങ്ങൾ ചെയ്യാൻ പോകുന്നുമില്ല. പിന്നെ ഈ സുപ്പീരിയർ ഒരു ജീനാണ് എന്നുള്ള തോന്നൽ ഇപ്പൊ ആണുങ്ങളൊക്കെ കൂടുതൽ പെണ്ണുങ്ങൾ കൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. അവരവരുടെ എന്തോ ഒരു ജെൻഡർ, എൻ്റെ ജെൻഡർ എന്താന്ന് വെച്ചാൽ എന്തോ ജെൻഡർ, അത്രേ ഉള്ളൂ. പിന്നെ ജെനിറ്റൽസ് വെച്ച് നോക്കുവാണെങ്കിൽ ശരിയാ, മെയിൽ ജെനിറ്റൽ ഓർഗൻസ് ഒക്കെ ഉള്ള ഒരാൾ. പക്ഷെ എന്നോ ഞാൻ എന്താ ജെൻഡർ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ ജെൻഡറിന്റെ ആവശ്യമില്ല. അതുപോലെ ഓരോരുത്തർക്കും ഓരോ ജെൻഡറൊക്കെ ആയിരിക്കും, ഓരോ ജെൻഡർ തന്നെ ആയിരിക്കും. കാരണം ഒരാൾക്ക് ചിലപ്പോൾ എൻ്റെ പോലത്തെ താല്പര്യങ്ങളായിരിക്കത്തില്ല, അയാൾ വേറെന്തോ പോലെ ജീവിക്കുന്നു, അയാളൊരു വേറൊരു ജെൻഡറാന്ന് പറയുക. ബാങ്ക് ഉദ്യോഗസ്ഥ ജെൻഡർ, ടീച്ചർ ജെൻഡർ, പോലീസ് ജെൻഡർ, ഡോക്ടർ ജെൻഡർ, കൂലിപ്പണി ജെൻഡർ, ഓട്ടോ ഡ്രൈവർ ജെൻഡർ, ട്രാൻസ്ഫർ ബസ് ഡ്രൈവർ ജെൻഡർ, അതിനകത്ത് പിന്നെ പല പല ജെൻഡേഴ്സ്. എന്താ അങ്ങനെയൊക്കെ ആയിക്കൂടെ? ഇപ്പൊ പൈനാപ്പിളാന്നൊക്കെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്തവരൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരവർക്ക് എന്തെങ്കിലും ജെൻഡർ ഉണ്ടെങ്കിൽ അവരങ്ങ് അങ്ങനെ ജീവിച്ചാൽ പോലെ. ഈ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് പുസ്തകം എഴുതുന്നു, വേണ്ട കാണിക്കുന്ന അവസാനം ആത്മഹത്യ. അവരെന്നെ പ്രശ്നമാക്കിയോ? അയ്യോ, അവരെന്തിനാ ഇതൊക്കെ നോക്കുന്നത്? എനിക്ക് വല്ലാത്ത ടൈം മാനസികാവസ്ഥയാണേ. ഇപ്പൊ എന്നെ വന്നിട്ട് എടീന്ന് വിളിച്ചാൽ എനിക്കൊരു കോപ്പും ഇല്ല, മനസ്സിലായോ? എടി പെണ്ണെന്നൊക്കെ വിളിച്ചാൽ ഞാൻ മൈൻഡ് ചെയ്തില്ല, എന്തുകൊണ്ടെന്ന് ചോദിക്കും. എടാ മൈരേ എന്ന് വിളിച്ചാൽ ആളിയാ പറ മൈരേ എന്ന് തിരിച്ചു പറയും. എടീന്ന് വിളിച്ചാൽ എന്താടി നീ പറയടി എന്നൊക്കെ പറയും. വേണം ഇങ്ങനെ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും പറ്റത്തില്ലായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ. എനിക്കിതെല്ലാം ഒരുപോലെ, ഏത് ജെൻഡറാണേലും കൊള്ളാം, എന്ത് സാധനമാണേലും കൊള്ളാം, നമുക്കതൊരു പ്രശ്നമുള്ള കേസേ അല്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയുണ്ട്, ശരിയല്ലേ? ഇപ്പം ഈ ആണുങ്ങളെ ഒരു വളർന്നു വരുന്ന കുട്ടിക്കാലം പോലും മെമ്മറി അല്ലേന്നേ. അത്രയും മെമ്മറിക്കിടെ ആ മെമ്മറി ഇങ്ങോട്ട് കയറ്റാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പെണ്ണിന് ആണാവാൻ പറ്റും. ആണിന് പെണ്ണാകുമ്പോൾ ഈ മെമ്മറിയുടെ ആവശ്യമില്ല. ടിഷ്യൂ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇടിക്കാൻ പറ്റത്തില്ല, അടിയൊക്കെ ഉണ്ടായി പോയി. അയ്യോ, അതുകൊണ്ടാണ് ഈ ഒളിമ്പിക്സിലൊന്നും അങ്ങനെ ആണും പെണ്ണും തമ്മിൽ കോമ്പറ്റ് ചെയ്യത്തില്ലല്ലോ. ഫുട്ബോൾ ആണെങ്കിൽ പോലും ആണുങ്ങളുടെ ടീമും പെണ്ണുങ്ങളുടെ ടീമും തമ്മിൽ കളിച്ച് കഴിഞ്ഞാൽ അത് ഫിസിക്കലാ, അതിനകത്ത് നോക്കണ്ട. മെന്റലിലും അതുണ്ടാവുക, അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് പെണ്ണായ പിന്നെ എളുപ്പമാകുന്നേ കാര്യങ്ങൾ. ഇങ്ങനെ അങ്ങനെ ബോഡിയൊക്കെ ഒന്ന് മാറ്റി ഇറങ്ങി നടന്നാലും ഒരു കുഴപ്പമില്ല, പേടിയും കുറവാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമേ പബ്ലിക്കിൽ
സെക്സ് വർക്ക് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വരാൻ ധൈര്യമുള്ളൂ. അത് രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും അവർ പുറത്തിറങ്ങി നിൽക്കും. അവർക്ക് പേടിയില്ല, കാരണം അവർ ആണുങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ട് കുറേ വർഷം. അതേസമയം സ്ത്രീകൾ ഇവിടെ എന്താ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നവരില്ലേ? അവർക്ക് എന്തുകൊണ്ട് റോഡിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ ഇത് എന്താണെന്ന് പറയുക പ്രൊഫഷൻ ആയിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കോടതി പറഞ്ഞിട്ടുണ്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൊഫഷൻ. അത് മനസ്സിലാക്കിയ ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. മറ്റവർ ഇപ്പോഴും പഴയതുപോലൊക്കെ തന്നെയാണ്, പഴയ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾ അവർക്ക് പേടിയാണ്. ഈ സൊസൈറ്റിയിലോട്ട് പെണ്ണിറങ്ങി കഴിഞ്ഞാൽ പെണ്ണിന് പെണ്ണിൻ്റെതായ എന്തോ ഉണ്ട്, മനസ്സിലായില്ലേ? ട്രാൻസ്ജെൻഡേഴ്സ് അതില്ല, അത് വേറെ എന്തോ ആണ് എന്നൊക്കെ സ്ത്രീകൾക്കൊരു വിചാരമുണ്ട്. അതാണ് അവർ പിന്നെയും അവിടെ തന്നെ ഇരുന്ന് പോകുന്നത്. എന്നാൽ അവർക്ക് കസ്റ്റമേഴ്സ് ഇല്ലാത്തതല്ല, വീട്ടിൽ ചെന്ന് കയറുന്നുണ്ടാവില്ല, വേറെ അവിടെ ഇരുന്നാൽ മതിയായിരിക്കും, അങ്ങോട്ട് ചെല്ലുമായിരിക്കും. ഇവർക്കും അതൊക്കെ മതി. പക്ഷെ എന്തോ ആ ഒരു രീതിയിൽ ഇടപെടാൻ അവർക്കൊരു പേടിയില്ല. അതെല്ലാം പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിക്കാലത്തൊന്നും ഒരു പ്രായപൂർത്തിയായി അതും കഴിഞ്ഞ് കുറച്ച് നാളുകൂടെ ഒരു ടീനേജ് കഴിയുമ്പോഴേക്കും ആണ് ഈ ട്രാൻസിഷൻ അവർ അക്സെപ്റ്റ് ചെയ്ത് ഈ ബോഡിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലത്തെ ജീവിത രീതി മാറുന്നത്. അപ്പോൾ അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് പേടി കുറവാണ്. അതിനു മുമ്പ് ആണുങ്ങളുടെ സർക്കിളിൽ കിടന്ന് ഇതെല്ലാം എല്ലാ തടിയും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം മാനസിക ബുദ്ധിമുട്ടുണ്ട്, സ്ട്രെസ് കൂടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അവർ ഒരു ആണായിട്ട് ജീവിച്ച പോലെ പെണ്ണായിട്ട് ജീവിച്ചതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഒരു ഡിപ്രഷൻ അടിക്കുന്നവരായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഇനിയിപ്പോൾ മാറ്റം വരും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് ആൾക്കാർ പിന്നെ മാറേണ്ടി വരത്തില്ല. ജെൻഡർ മാറ്റുന്നതിനോട്, ഈ ജെനിറ്റൽ ഓർഗൻ മാറ്റുന്നതിനോട് എനിക്കും വലിയ യോജിപ്പൊന്നുമില്ല. അതെന്തോ ഒരു വല്ലാത്തൊരു ഒബ്സഷനാണ് അത്. അതല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും പലരും ഈ ജെനിറ്റൽ ഓർഗൻ സർജറി ഒന്നും ചെയ്യത്തില്ല. ഈ മറ്റേ എന്താ പറയണ്ടേ, സാധനം മാറ്റി കളയത്തില്ല. ആണുങ്ങൾ ആരും അത് കിട്ടി കളഞ്ഞിട്ടൊന്നും അല്ല. ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ പേരും ചെയ്യാനാണ് താല്പര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ് ആണെങ്കിലും ഫണ്ടും കൊടുക്കുന്നുണ്ട്. സർജറി കഴിഞ്ഞിട്ട് ബില്ല് കൊടുത്താൽ പൈസ കിട്ടും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം, ഈ ആണാകാൻ നോക്കിയിട്ട് ആണാവാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ഏകദേശം ഒരു കുറേ ആൾക്കാർ മനസ്സിലാക്കി കാണുമെന്ന് തോന്നുന്നു. അവരെല്ലാം അവരുടെ എക്സ്പീരിയൻസ് പറയുക. ഇതുപോലെ ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വാർത്തകൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇനിയും അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പെനിസ് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റുവാ? അത്ര എനിക്കറിയില്ല. ഇത് വജനയാക്കാൻ പറ്റുന്ന സംഭവം അറിയാം, പക്ഷെ മറ്റേത് ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, സർജറി നടന്നിട്ടുണ്ടാവും. പക്ഷെ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നോ ഇത് എവിടെ നിന്നെടുത്ത് പിടിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളതാണ് പ്രശ്നം. വളർന്നു വരുമോ? അല്ലെ ഇഞ്ചക്ഷൻ കൊടുത്ത് വളർത്തുമായിരിക്കും അല്ലേ? ആർക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നു. അല്ലെ വല്ല മരിച്ചു പോയാലുള്ള സാധനം ചെത്തിയെടുത്ത് ഇവിടെ ഫിറ്റ് ചെയ്യൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ ഇപ്പോൾ വരുത്തും, പാഴ്സൽ വരുത്തുമായിരിക്കും. വലിയൊരു സാധനം വേണമെന്ന്. പിന്നെ ഇവിടെ ഉള്ള ചെറുതൊക്കെ കൂടെ വെട്ടിമാറ്റാൻ ഒരു സൗകര്യം ഉണ്ടാകുന്ന അന്നമാർ ഫിറ്റും ചെയ്യും. അല്ലെ അങ്ങനത്തെ ഒരു സർജറി കണ്ടുപിടിച്ച കോടികൾ ഉണ്ടാക്കാം ഡോക്ടർമാർക്ക്, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ. മറ്റേ മരുന്നൊക്കെ എണ്ണ ഓരോ സ്ഥലത്തൊക്കെ പരസ്യം കാണാം ഇങ്ങനെ ചില സൈറ്റിലൊക്കെ. ഈ എണ്ണ നീട്ടം വെക്കാൻ എണ്ണ, വണ്ണം വെക്കാൻ എണ്ണ, ഇങ്ങനൊന്നും ആകത്തില്ല ഒന്നും. അങ്ങനെ ആവുന്നല്ല ഇത്. ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കിയാൽ വരുമോ, മസിൽ വരുമോ എനിക്കറിയത്തില്ല. കല്ല് എടുത്ത് തൂക്കിയിട്ടിരുന്നുണ്ടെന്ന് നാട്ടില്. അയ്യോ, അവൻ്റെ അമ്മ മിറ്റം തുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനലിൽ കൂടെ 2 കല്ല് എടുത്ത് തൂക്കിയിട്ടത്. അവരെ കല്ലെ പിടിച്ച് വലിച്ചപ്പോൾ ചെറുക്കൻ യുവത്തെ കെട്ടി വെച്ചേക്കാം നിങ്ങളെ കൂട്ടാൻ വേണ്ടി. ഓരോ അവസ്ഥകളെ. അപ്പോൾ ഒന്ന് ആലോചിക്കും, ഇത് മുറിച്ച് വേറെ ഫിറ്റ് ചെയ്യാൻ ഒരാൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഏതായാലും കല്ല് കെട്ടിയിട്ടാവുന്നില്ല, എണ്ണയിട്ട് പിടിച്ചിട്ടാവുന്നില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇരിപ്പിൽ ഈ സർജറി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ ആണുങ്ങളാവാനിരിക്കുന്നവരെക്കാൾ കൂടുതൽ സാമാനം മേടിക്കുന്നത് ആണുങ്ങൾ തന്നെ ആയിരിക്കും. ഇവിടെ ഉള്ള മറ്റേ ആഫ്രിക്ക 2 വരുത്താന്ന് എന്തിനാ മുന്നിൽ പുറകെ ഇരിക്കട്ടെ. എല്ലാം വേണ്ട, ആരൊക്കെ ചുറ്റും പറയും. അങ്ങനത്തെ ആൾക്കാരൊക്കെ വരും. എന്തിനാണോ ഇത്രയും പറയും? ഇത് പറീശ്വർ, കോടീശ്വരൻ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ലക്ഷപ്രഭു എന്ന് പറയുന്ന പോലെ പരിപ്രഭു, പറീശ്വരൻ. 4-5 പറയുണ്ടെങ്കിൽ പരിപ്രഭു. ഒരുപാട് പറയുന്നുണ്ട്. ദേഹത്തൊത്ത പറയ പറ്റിയതാണ് പറീശ്വരനാവുന്നു. അയ്യോ, നെഞ്ചത്തൊക്കെ പറയും. ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കാം. ഇങ്ങനെ എല്ലാം കൂടെ ഒരേ സമയം കമ്പിയാവായിരുന്നു. കമ്പിയായ പ്രശ്നമാണ്. ഇവിടെ ഇങ്ങനെ പോകുന്നു. അയ്യോ എന്തോ അല്ലേ? അല്ല, എന്നാലും നോക്കി ആഫ്രിക്ക എന്നൊക്കെ കൊണ്ടുവരും, ചിലർ സായിപ്പിന്റെ കൊണ്ടുവരും. കറുത്തിരിക്കുന്നവർക്ക് വെള്ള സാധനം വേണമെന്നായിരിക്കും, മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും ഈ വൺസ് യു ഗോ ബ്ലാക്ക് യു നെവർ ഗോ ബാക്ക് എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ബ്ലാക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ. അയ്യോ, അവിടെ ആഫ്രിക്കക്കാരെ ഇവന്മാരെ കൊല്ലും, പറിക്ക് വേണ്ടി യുദ്ധം, അങ്ങനെ എന്തെല്ലാം നടക്കുമെന്നറിയോ ഇങ്ങനെ പോയാൽ. സർജറി കൊണ്ടുവന്നിട്ടേ ചെയ്യുവാണെങ്കിൽ ഡോക്ടർമാരെ, ശാസ്ത്രജ്ഞന്മാരെ എനിക്കൊന്നേ പറയാനുള്ളൂ, വല്ല കാളയുടെയോ കുതിരയുടെയോ കഴുതയുടെയോ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനും നല്ല നീളവും വണ്ണവും ഒക്കെ ഉണ്ടാവും. വെറുതെ മനുഷ്യർ തമ്മിൽ തല്ലിപ്പിക്കരുത്. ഇവർ വല്ല മറ്റേ കഴുതയൊക്കെ ചാവുമ്പോൾ എടുത്ത് പോവോ, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ കാളയൊക്കെ കൊന്നു തിന്നുക, അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കണം.
കാള, പാളക്കറി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? അതിന് സാധ്യതയുണ്ട്, പാളക്കറി. അങ്ങനെ എന്തൊക്കെ കാണണം. അല്ല ശരിക്കും അത് വന്നു കഴിഞ്ഞാൽ നല്ല കേട്ടോ. എന്റെയൊക്കെ വന്ന ആൾക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? ഏത് നമ്മളൊക്കെ ഓടിച്ചിട്ട് പിടിക്കും, അയ്യോ കല്ലറ അല്ലും രാത്രി വന്ന് കഴുത്തെടുത്ത് കൊന്നിട്ട് ചെത്തിയെടുത്തോണ്ട് പോയി, കോടികൾ നഷ്ടം. എന്തായിരിക്കും അല്ലേ? അത്യാവശ്യം അങ്ങനെ എന്നെപ്പോലുള്ളവർക്കൊക്കെ പേടിക്കണം പുറത്തിറങ്ങി നടക്കാൻ. കാരണം തട്ടിക്കൊണ്ട് പോയി അടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? വിലപിടിപ്പുള്ള സാധനമല്ലേ. കൊള്ളാം, നല്ലൊരു ഐഡിയ. പെട്ടെന്ന് സർജറിക്കുള്ള ഇത് കണ്ടുപിടിക്കുവാണെങ്കിൽ ഇവിടെ കുറേ പേരുണ്ട് അങ്ങനത്തെ. വലുത് വേണം ഇത് പോരാ, എണ്ണ മേടിക്കുകയും തിരുമ്മിയൊക്കെ കല്ലും കെട്ടി തൂക്കിയൊക്കെ ഇട്ട് നടക്കുന്നവർക്കൊരു ആശ്വാസം. നല്ല പൈസ ആവും ഈ സർജറിക്ക്. 3-4 ലക്ഷം രൂപയ്ക്ക് ഇവരുടെ സർജറി നടക്കുന്നുണ്ട്. ഈ ആണുങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെനിസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്കിന്നെടുത്ത് തന്നെ അകത്ത് കയറ്റുന്നത്. പിന്നെ ഈ ടിപ്പയിലുള്ളൊരു ഏറ്റവും സെൻസറി ഇത് നെർവ് എൻഡിങ്സിലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ക്ലിറ്റ് ആക്കി കൊടുക്കും. അകത്തോട്ട് ഇതേപോലെ വെജന ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ റൗണ്ടിലൊക്കെ ആ ഇന്നർ സ്കിന്നൊക്കെ ഇരിക്കുന്നത്. അവിടെയും മുസ്ലിങ്ങളായിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിന് പണി കിട്ടിയേക്കുക. കാരണം ആ മെയിൻ സ്കിന്ന് പോയി. പിന്നെ അതിന് അകത്ത് ഇരിക്കുമ്പോൾ എന്ത് രീതിയിലുള്ള സെൻസേഷൻ ആയിരിക്കും കിട്ടുക എനിക്കറിയത്തില്ല. നെർവ് എൻഡിങ്സ് കട്ട് ചെയ്ത് കളയുമല്ലോ ആദ്യം തന്നെ, അവിടുത്തെ സ്കിന്നില്ല. പിന്നെ പകരം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആകുമായിരിക്കും. കിട്ടാതിരിക്കത്തില്ല, എങ്കിൽ പോലും മെയിൻ ഏരിയ പോയിട്ടുണ്ട്. അകത്തോട്ട് പിന്നെ കുടൽ കയറ്റി വെക്കേണ്ടി വരും സർജറി ചെയ്ത്. കാരണം അതിന് നീളം കുറവാണെങ്കിൽ, പെനിസിന് ലെങ്ത് കുറവാണെങ്കിൽ ആ ലെങ്തിനനുസരിച്ചൊക്കെ ഉള്ള എത്രയോ അകത്തോട്ട് കിട്ടത്തുള്ളൂ ഡെപ്ത് വെജേനയ്ക്ക് അവരുടെ. അപ്പോൾ അവർ കുടൽ മാറ്റി സർജറി ചെയ്തവർ വേറെ. അപ്പോൾ അവർക്ക് ഫുൾ ഇൻസേർഷനൊക്കെ പറ്റും, മറ്റവർക്ക് ഫുൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, നോർമൽ ഒരു പെനിസ് പോലും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. ഇതൊക്കെ അറിയാവുന്നവർക്കൊക്കെ അറിയാം, അല്ലാത്തവർക്കൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും ആണ് പെണ്ണാവുമ്പോഴും പെണ്ണാണാവുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, പെണ്ണാണാകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ആണുങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ടും, പെണ്ണാവുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകുന്നത് പെണ്ണുങ്ങൾ വല്ലാത്ത രീതിയിൽ ജീവിക്കുന്നതുകൊണ്ടും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെണ്ണുങ്ങളുടെ കാര്യം വരുമ്പോൾ ഓരോ പെണ്ണും പലതരത്തിൽ, പല സ്ഥലത്ത്, പല രൂപത്തിൽ, ഭാവത്തിൽ, സ്വഭാവത്തിലാണ് ജീവിച്ചു പോകുന്നത്. ഒരു കൂട്ടം കൂടിയുള്ള അക്രമം പലപ്പോഴും പെണ്ണുങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവാറില്ല. അവർ ഒരു എന്താ പറയണ്ടേ, മറ്റേ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റിയിൽ മനുഷ്യൻ ജീവിക്കുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ ജീവിക്കുന്നത്. അവർ തമ്മിലൊന്നും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. പണ്ടൊക്കെ ഉണ്ടായി കാണും, ഇപ്പം ഇല്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, ശരിയെന്ന്.